അമ്മക്കുള്ളതാ. ഈ മാല അമ്മയുടെ ജീവന ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോള് അനിയത്തി കുട്ടികളെ പൊന്നുപോലെ നോക്കണം കേട്ടോ. മോളെ, അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ. മോള് വലുതാവുമ്പോ ഈ ടാക്കീസ് നടത്തണം. ആർക്കും കൊടുക്കരുത്. അമ്മയുടെ ആകെയുള്ള സ്വത്തായി ഈ ടാക്കീസ്. ഇതൊരിക്കലും അന്യാധീനപ്പെട്ടു പോവരുത്. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മോൾക്കുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും തളരരുത്. ജീവിക്കണം. അമ്മേ, നമ്മളെ തനിച്ചാക്കി ദുരിതം മാത്രം സമ്മാനിച്ചു പോയ അച്ഛൻ ദാ നമ്മുടെ ടാക്കീസിൽ വീണ്ടും വന്നിരിക്കുന്നു. ജീവിതത്തിലൊരിക്കലും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചതാ. എന്നിട്ടും വേണ്ടമ്മേ, ഞങ്ങൾ അമ്മയുടെ മക്കളാ. അമ്മയുടെ മാത്രം മക്കള്. രാഘവേട്ടന് ഞാനുണ്ട്. സ്വന്തം ചോരയിൽ പറഞ്ഞ മക്കൾക്ക് വേണ്ടെങ്കിലും രാഘവേട്ടൻ എനിക്ക് വേണം. ഒന്നുമില്ലാലും നമ്മൾ പണ്ട് ഒരുപാട് കാലം ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ. ഇനി ആർക്കും ഒരു ഭാരമാവാൻ ഞാൻ തയ്യാറല്ല. എങ്ങോട്ട്? അയ്യോ വേണ്ട, എവിടെയെങ്കിലും കിടന്ന് മരിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ ചേട്ടാ. ചേട്ടന്റെ കണ്ണടയുന്നവരെ ചേട്ടൻ എന്റെ കൺമുമ്പിൽ തന്നെ വേണം. വേണ്ട വേണ്ട പാപ്പച്ച, ഞാന് വേണ്ട, ഒന്നും പറയണ്ട. മക്കൾക്ക് ചേട്ടനുള്ള പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ല, ചേട്ടൻ എന്തൊക്കെ കാട്ടിന്ന് പറഞ്ഞാലും മക്കൾക്ക് അച്ഛനല്ലാണ്ടാവോ? മാത്രമല്ല ചേട്ടനും കൂടെ അവകാശപ്പെട്ടതാണല്ലോ ആ ടാക്കീസ്. സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം സ്വന്തം തന്തയെ ഇനി അങ്ങനെ ആർക്കും വെറുതെ ഇറക്കി വിടാനൊന്നും പറ്റുകയല്ല. കാലം മാറി. അവരുടെ ഒന്നും എനിക്ക് വേണ്ട. അത്രയ്ക്ക് ദ്രോഹമല്ലേ ഞാൻ അവരോട് ചെയ്തേ. അല്ല, അങ്ങനെ അവരോട് പിടിച്ചു വാങ്ങണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, മുതലാളിക്ക് അവരെ എന്ത് കാര്യമാണെന്ന് അറിയാമോ? പക്ഷെ അവര് മുതലാളിയെ കാണുന്നത് ചെകുത്താ കുരിശ് കാണുന്ന പോലെയാണ്. സാരയില്ല, അവര് കുട്ടികളല്ലേ. അതെ, നെല്ലിക്ക പോലെയാ. ആദ്യം മധുരയ്ക്ക് പിന്നെ കഴിക്കൂ. കാര്യങ്ങളൊക്കെ നേരെ ആകുന്നവരെ ചേട്ടൻ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്റെ കൂടെ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാ. വേണം വേണം വേണം, സാർ നിർബന്ധമുള്ള കാര്യ. അയ്യോ, ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല, സാമ്പാറെങ്കിലും കുടിച്ചിട്ട് വേണം പോവാൻ. അയ്യോ, സാമ്പാറും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി വിശ്രമിക്കാം. നല്ല ക്ഷീണമുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചോളാം. ആഹോ, എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണെന്നറിയോ? മുതലാളിയുടെ പെർഫോമൻസ് കലക്കി. പക്ഷെ വിമല ആളെനം വേറെയാ. നീ കണ്ടോ? ഈ രാഘവൻ നായരെ വെച്ച് ഞാൻ അവക്കിട്ടൊരു വേല വെക്കും. ഇത്തവണത്തെ ഉത്സവം കേമാണെന്നാ കേക്കുന്നെ. നീരാ, ഇക്കുറി ആനയോട്ടുണ്ടത്രേ. കഴിഞ്ഞ കൊല്ലം ഗാനമേളയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെയൊന്നും അല്ല ഇപ്രാവശ്യം. നീ അറിഞ്ഞില്ലേടി? അച്ഛൻ എവിടെ? നിക്കൂ, എന്റെ കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്ര അച്ഛൻ ഇവിടെ ഇരുന്നത്. നിങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാ ഈ അച്ഛൻ ചെയ്തിട്ടുള്ളത്. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. വാ, നമുക്ക് പോവാം. നിക്ക്, ഞാൻ നിങ്ങളെ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. മോളെ, ഉണ്ണിമായെ, എന്റെ കുട്ടികൾക്ക് നൽകാൻ ഈ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഈ ഉണ്ണിക്കണ്ണന്റെ അവകാശികള് നിങ്ങളാ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ ഇത്രയും നാൾ അച്ഛനെ സൂക്ഷിച്ചു വെച്ചത്. രണ്ടാളും വന്നേ, ചേച്ചി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. യമുനെ, വരാനാ പറഞ്ഞേ. ഓ, പുറത്ത് എന്തൊരു ചൂടാ. ഹായ്, എന്തൊരു ഐശ്വര്യ ഉണ്ണിക്കണ്ണന്. നന്നായി മോളെ. മറ്റന്നാ കൃഷ്ണേന്തിയല്ലേ? നല്ലൊരു തുളസിമാല ഉണ്ടാക്കി കള്ളക്കണ്ണന്റെ കഴുത്തിലിടണം. എവിടുന്നാ കിട്ടിയേ? അത് ഇവളുടെ കൂട്ടുകാരി കൊടുത്തതാ. അതെ, ചേച്ചിയോട് പറയാൻ മറന്നതാ. എന്തായാലും അലക്ഷ്യായിട്ടൂടെ വെക്കുകയാണോ വേണ്ടേ?
കൊണ്ടുവന്ന് പൂജാമുറി വെക്കേ ചെല്ല്. തുണി വാങ്ങാൻ കടയിൽ നിൽക്കുമ്പോ ഒരുത്ത ചേട്ടനെ കണ്ടിട്ട് എന്നോട് ചോദിക്കുക, രാഘവൻ നായരെ പാപ്പച്ചൻ മുതലാളി ഏറ്റെടുത്തോന്നു. ഒരെണ്ണം കൊടുത്തിട്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി പോയില്ലേ. എന്തൊക്കെ ആയാലും ചേട്ടൻ ടാക്കീസിൽ കയറി താമസിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ടാക്കീസ് ചേട്ടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത്. ഒരു തെറ്റൊക്കെ ജീവിതത്തിൽ ആർക്കാ പറ്റാത്തത്? അല്ല, ഞാൻ അറിയാൻ അങ്ങടാ വെച്ചേക്കാം. തുണി പോയിട്ട് വരാട്ടാ. തുണി കടയിൽ വെച്ച് കണ്ടപ്പോ അങ്ങനെ ഞാൻ ടയറിൽ ഏറില്ല തള്ളി ഇതുവാണേ. ഞാൻ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ എന്റെ കൊച്ചുങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് വശത്താക്കാൻ നോക്കരുത്. മോളെ ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുത്. ജന്മം കൊടുത്തു എന്നുള്ള അവകാശവാദമായിട്ട് ആരുടെയെങ്കിലും പിൻബലത്തോടെ വരാനാണ് ഉദ്ദേശമെങ്കിൽ അറിയാലോ എന്നെ. ഒരു മുള്ളു പോലും കൊള്ളാതെ അവരെ വളർത്തിയത് ഞാനാ. ഇനി അവരെ കണ്ടുപോരുത്. എന്റെ കുട്ടികളാ അവര്, എന്റെ മാത്രം. അവള് കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയ. വേഗം ചെല്ലി. പുറത്തു വെച്ച് കാണുമ്പോ കൊടുത്താ പോരെ? പോരാ. ദാ ജീവിതത്തില് പല കൈവിട്ട കളികളും കളിച്ചിട്ടുള്ളവരാ പിന്നീട് വിജയം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് വേഗം ചെന്നാ എഴുത്ത് കൊടുക്ക്. പോവാല്ലേ? പിന്നെന്ത്, വേഗം ചെല്ല്. ഈശ്വര, എത്രയും പെട്ടെന്ന് അവനും അവളും കൂടി ഒളിച്ചോടി പോയേക്കണേ. കൈ ലെറ്റർ ഇത് തരാൻ വന്നതാ. പ്ലീസ് ഇത് വാങ്ങിക്കേ. ഏയ് പേടിക്കണ്ട, എന്റെ മനസ്സ് ഇതിലുണ്ട്. ഇത് വാങ്ങിക്കേ. ഇതാണോ നിന്റെ മനസ്സിലിരിപ്പ്? സംസാരിക്കാൻ വയ്യാത്തിന്റെ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കുന്നു. ആണുങ്ങളില്ലാത്ത വീടായതുകൊണ്ട് എന്താ അനാവശ്യം കാണിക്കാന്ന് വിചാരിച്ചു? മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. പോടാ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പോ പിള്ളേരെ. ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് ഒന്നാമതേ മനസമാധാനം ഇല്ല. അതിന്റെ കൂടെ തോന്നിവാസവും. 4 പേര് കേട്ടാ എന്താ പറയാ? ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരുത്തരവളുടെ താമസ സ്ഥലത്തോട്ട് കയറി വരുവോ? മനുഷ്യൻ ആകെ ഉള്ളതിൽ അഭിമാനം മാത്രമാ. 3 ആൾക്കും തോന്നിയ പോലെ എന്തോ ആകാകി ഞാൻ എന്തിനാ ചേച്ചി എന്ന് പറഞ്ഞ് ചമഞ്ഞു വിടിയിരിക്കുന്നേ? ചേച്ചി, എന്താടി? എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയം. എന്റെ മുടിയൊന്ന് കെട്ടിത്തരുമോ? പോത്ത് പോലെ വളർന്നതൊക്കെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കി നടത്തിക്കോണം. പോടുന്നു ചേച്ചി പ്ലീസ്. പോടി. ചേച്ചി, ഉണ്ണി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ എടുത്ത് വിളമ്പി കഴിച്ചോണം. എല്ലാരെയും ഊട്ടിച്ചതൊക്കെ മതിയായി എനിക്ക്. എന്താ വിമലെ, താക്കോൽ എവിടെ? താക്കോല് നീ അല്ലേ പറഞ്ഞേ? അപ്പുറത്തെ ചെറുക്കൻ പാവാ, കുഴപ്പക്കാരല്ലാന്നൊക്കെ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? പാതിരാത്രിക്ക് ആളില്ലാത്ത തകം നോക്കി വന്നിരിക്കുക അവക്ക് എഴുത്തു കൊടുക്കാനായിട്ട്. ആര്? നമ്മുടെ ഉണ്ണികൃഷ്ണനോ? എന്തോ നമ്മുടെ? അല്ല ഉണ്ണി. എന്റെ പൊന്നു വിമല, ഞാനൊന്നും അറിഞ്ഞില്ല. അറിയത്തില്ലല്ലോ. ചേച്ചിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഇവിടെ എന്തോ സംഭവിച്ചു. ചേച്ചിക്ക് അവളോടായിരുന്നല്ലോ കൂടുതൽ സ്നേഹം. അതെ, സംസാരിക്കാൻ വയ്യാത്ത കൊച്ചല്ലേ, കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന് മാത്രം കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ ചേച്ചി. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ ഉള്ള തോന്നിയാസത്തിനും കൂട്ടുവെച്ചെന്ന് വർത്താനം പറയാവുള്ളു. ചേച്ചി ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളണോ? 3 ആളും ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ല. അമ്മയില്ലാതെ നിങ്ങളെ ഇത്രയൊക്കെ വളർത്തിയതേ നല്ലോണം തന്നെ പെട്ടിട്ടാ. ഓരോന്നും വളർന്നു വന്നപ്പോ വലിയ വർത്താനങ്ങള്. കുറെ കാലമായാലും ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. കേട്ട് മടുത്തു. യമനെ, നീ ആരോട് സംസാരിക്കണെന്ന് അറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. ചേച്ചിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയാതിരിക്കും? സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകാൻ പോലും ഈ ചേച്ചി സമ്മതിക്കില്ല. എന്നും ഈ ടാക്കീസിൽ തന്നെ കിടന്ന് എരിഞ്ഞു തീർന്ന ഞങ്ങളുടെ ജീവിതം. ചേച്ചി മാത്രമല്ല അമ്മയുടെ മോള്, ഞങ്ങളും അമ്മയുടെ മക്കളാ. ഈ ടാക്കീസ് മറ്റുള്ളതെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ. നിർത്ത്, ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ചേച്ചിയെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ചേച്ചി തന്നെയല്ലേ എല്ലാം പറയിപ്പിക്കുന്നേ.
ഓ നല്ല ടൈമിങ്. നായിക വരുന്നുണ്ട്. ഇന്നത്തോടെ നാണം കെട്ടവളുടെ പത്തി താഴും ഉറപ്പാ. വെളുത്തതെല്ലാം മിൽമ പാലല്ല. ഓ, എന്തൊരു ഗ്യാസാണോ ഇത്? എല്ലാരും ഒന്ന് മാറി നിന്നാട്ടെ. വിമലത്തമ്പ്രാട്ടി അതൊന്ന് കണ്ടോട്ടെ. പൂച്ച പാല് കുടിക്കുന്നതേ ആരും കണ്ടിട്ടില്ലെന്നാ വിചാരം. ഈശ്വര, സംഗതി അവള് നാറി. എന്തായാലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാരുടെ വക തല്ലുറപ്പാണ്. ടാക്കീസും പൂട്ടിക്കോളും. മുതലാളി ഒട്ടിക്കട്ടെ മോളെ, നാട് നീളെ ഒട്ടിക്കട്ടെ. ഇല്ലാവചനം പറയുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. മോള് വിഷമിക്കണ്ട. എനിക്ക് വിഷമൊന്നുമില്ല ആശാനെ. പക്ഷെ എന്റെ കുട്ടികള്, അവരുടെ ഭാവി. ആശാനെ, ഓ ഭാഗ്യത്തിന് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ആ, യമുനയ്ക്ക് വേണ്ടി രാവിലെ ഒരു ചെക്കനെയും കൂട്ടി ഓട്ടോയിൽ എത്തിയപ്പോഴല്ലേ ജംഗ്ഷനിലെ പെണ്ണിന്റെ ചേച്ചിയുടെ വർണ്ണമനോഹരമായ പോസ്റ്ററുകൾ കാണുന്നത്. അതാണെങ്കിലോ അതോടെ വണ്ടി നിർത്താൻ പറഞ്ഞ ചെക്കൻ ഒരു മൂച്ച് ചീത്ത എന്നെ വിളിച്ചിട്ട് വണ്ടി തിരിച്ചു വിട്ടുപോയി. നല്ല കൂട്ടരായിരുന്നു. പോയില്ലേ? ഞങ്ങൾ എന്ത് തെറ്റിയതിട്ട് ആശാനെ എല്ലാരും കൂടി ഇങ്ങനെ? എന്റെ അമ്മയുടെ ആത്മാവാ ടാക്കീസ്. അല്ലെങ്കിൽ മുടിഞ്ഞ നാട് ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയേനെ. എങ്ങോട്ട്? ആ വന്നല്ലോ നായകൻ. ചുമ്മാതല്ലേ ആളുകൾ അതും ഇതൊക്കെ പറയുന്നത്. വിമല എന്തിനാ വിഷമിക്കുന്നത്? ഏത് പ്രശ്നത്തെയും ചങ്കൂറ്റത്തോടെ നേരിടുന്ന വിമലയാണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. ആ മനസ്സൊന്നിടറിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അനിയത്തിക്കുട്ടികളെ. അത് മറക്കരുത്. പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന വിമലയ്ക്ക് ഞാൻ നിമിത്തം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വൈകിയെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. അതെല്ലാം പോയില്ലേ? ഞാനിവിടുന്ന് പോവുകയാണ്. ഒരു ഒളിച്ചോട്ടമല്ല. അങ്ങനെയെങ്കിലും കുറച്ചാളുകളുടെ വായി മൂടി കെട്ടാവല്ലോ. പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അനാശാസത്തിന് വിളിയൊക്കെ പിടിച്ച് അകത്തിടുക വേണ്ടത്. നമ്മുടെ നാട് തന്നെ നടക്കാറില്ല ഇതൊക്കെ. പാപ്പച്ചൻ കണ്ടു. ആ സെക്രട്ടറിയെ പഞ്ചായത്തിന്റെ പടി ഞങ്ങൾ ചവിട്ടിക്കത്തില്ല. വേണം ഞങ്ങളും പ്രതിപക്ഷവും കൂടി ചേർന്ന് സമരം ചെയ്ത് ആ തെണ്ടി അവിടെ അടിച്ചു കൊടുത്തു. വേണം, അത് നാളെ തന്നെ വേണം. എന്ത് മര്യാദയാണോ ഇതൊക്കെ? ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്നത്? 10,000 രൂപ മുടക്കി ഉണ്ടാക്കിട്ടിരിക്കുന്ന ഗേറ്റാ. ചുമ്മാ ചവിടിത്തോന്ന് കയറി വരാൻ ഇതെന്നെ തന്റെ അച്ചി വീടാണോ? അതെ, അച്ചി വീട്ടിലെ അമ്മായിയപ്പനെ ഒന്ന് കാണാൻ തന്നെയാ വന്നത്. വരുമ്പോ ചില സ്റ്റൈലുകളൊക്കെ വേണമല്ലോ. താങ്ങും തണലും ഇല്ലാത്ത പാവപ്പെട്ട ഒരു സ്ത്രീയെ നാട് നീളെ പോസ്റ്റ് ഒട്ടിച്ച് താൻ അപമാനിക്കുമല്ലേടോ? നേരം പോയ നേരത്ത് വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. വേണോ വെളിയിലും പോകാം. അതിനു മുമ്പ് താൻ അർഹിക്കുന്നതും തനിക്ക് ഇതുവരെ കിട്ടാത്തതുമായ ഒന്ന് തരാനാണ് ഞാൻ വന്നത്. ഇനി അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ദാ പിടിച്ചോ. മൂർഖൻ പറമ്പിൽ പാപ്പച്ചനൊന്ന് വിഷം ചീറ്റി. അതുകൊണ്ട് ആ വിഷപ്പല്ലൊന്ന് പറിച്ചു കളയാൻ വേണ്ടി വന്നതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി താനോ തന്റെ ശിങ്കിടികളോ ആ പെൺകുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ശല്യപ്പെടുത്തിയാൽ പിന്നെതാ ഇവർ രണ്ടാളും വരേണ്ടി വരും. മെഴുകുതിരിയുമായിട്ട് തന്റെ കുഴിമാടത്തിൽ കത്തിച്ചു വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ മനുഷ്യ? വെറുതെ വല്ലവന്റെ കൈകൊണ്ട് പാടിയോട്ട്. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. വരട്ടെ, എന്റെ സിബിക്കുട്ടി വരട്ടെ. വേഗം വാ, സിബിക്കുട്ടി എത്തി. ആ കിടന്ന് കൂവാത്തടാ, അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. സന്തോഷം കൊണ്ടല്ലേ മുതലാളി? കുറെ നാളായി സ്കോച്ച് അടിച്ച് വാള് വെച്ചിട്ട് ഇപ്രാവശ്യം അത് നടക്കടാ. എന്റെ സിബിക്കുട്ടി,
നീ അമേരിക്കൻ വിമാനത്തിൽ കയറി നടങ്ങിയ നിമിഷം മുതൽ ഈ അച്ഛൻ എന്ത് ടെൻഷൻ എന്നറിയാവോ? അയ്യോ ഇത് രാത്രി മുഴുവനും ഞങ്ങൾ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അല്ല വിമാനം കൂടി കൂട്ടിയിടിച്ച് വല്ല അപകടം ഉണ്ടായെന്ന് അറിയണ്ടേ? ശാലു, how are you? വെരി ഫൈൻ ചിറ്റപ്പ. മോളിയേച്ചി എന്ത് പറയുന്നു? ചേച്ചി എന്ത് പറയാനാ, ചേച്ചിക്കും വെരി ഫൈൻ. ഇവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ചേച്ചി. എങ്ങനെ മാറാനാ? ഏത് നേരവും നിന്റെ ഇച്ചായന്റെ കൂടെ അല്ലേ സഹവാസം. മാവിലല്ലേ ഇത്തിക്കണി പിടിക്കൂ. നീ അകത്തേക്ക് വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ? ഓ എന്താകാനാ, പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഈ കടമറ്റത്ത് കത്തനാരച്ഛന്റെ സീരിയലില്ലേ, അതുപോലെയാ. കത്തനാരച്ഛന്റെ നേരെ യക്ഷി ഒരു തീകോളം എറിയുമ്പോ അച്ഛൻ തിരിച്ചൊരു മിസൈൽ എടുത്ത് അത് നശിപ്പിക്കും. ഇവിടെ മുതലാളി വിമലക്കെതിരെ ഒരു ബോംബ് എറിയാൻ നേരത്ത് അവിടെ നിന്ന് വിമല ഒരു അണുബോംബ് ഇട്ട് അത് നശിപ്പിക്കും. അപ്പോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇനിയല്ല എനിക്ക് വിട്ടേക്ക്. ആ വിമലയുടെ നാശം കണ്ടിട്ട് വേണം മുതലാളിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും അതുവഴി എനിക്കൊന്ന് പഴനിക്ക് പോകാനും. പന്ത് ഇപ്പോഴും മൂർഖം പറമ്പാരുടെ കോർട്ടിൽ തന്നെയാ. ഈ സിബി കുട്ടി ഗോൾ അടിച്ചിട്ടേ ഇനി മടങ്ങും. ഹായ് വിമല, ഹൗ ആർ യു? സിബിച്ചനോ? ഞാൻ ഇന്ന് മോർണിംഗിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയതാ. പക്ഷേ തിരക്ക് മൂലം വരാൻ പറ്റില്ല. വിമലയ്ക്ക് ഒരു മാറ്റമില്ല. ഒന്നുകൂടെ അങ്ങ് മിനിങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും പറയൂ വിമലേ. പ്രത്യേകിച്ച് എന്ത് പറയാനാ സിബിച്ചൻ പോ. 2-3 വർഷം കൊണ്ട് അനിയത്തി കുട്ടികൾ അങ്ങ് വളർന്നല്ലോ. വെരി വെരി സ്മാർട്ട് ആൻഡ് നൈസ്. വിളിക്ക് വിമലേ, അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തേ. ആരെയാണോ പരിചയപ്പെടേണ്ടേ? പാതിരാത്രിക്കാണോ പരിചയപ്പെടുന്നേ? ഇറങ്ങടാ വെളിയില്. റിലാക്സ് ഡിയർ, ഞാൻ പോവാം. പിന്നെ എന്താ താമസം? ചേട്ടനും കൊള്ളാം അനിയനും കൊള്ളാം എംബോക്കികള്. മൂർഖം പറമ്പി പാപ്പച്ചന്റെ സ്റ്റൈലല്ല എനിക്ക് വേറെ സ്റ്റൈലാ. കണ്ണു വെച്ചാ കൊത്തിക്കൊണ്ടേ പോവും. അത് ഈ ടാക്കീസ് ആണെങ്കിലും മറ്റെന്താണേലും. പോടാ. അമേരിക്കയിലെ എന്റെ കമ്പനിയില് സ്വാമിനാഥന് ഞാനൊരു ജോലി ശരിയാക്കി തരാം. ശമ്പളം മാസം 50,000, അതായത് 50,000 രൂപ. എന്താ സ്വാമിനാഥ, സന്തോഷമായില്ലേ? ഇതൊക്കെ കേട്ടാ എങ്ങനെ സന്തോഷമാകാതെ ഇരിക്കും. അപ്പോ ഇന്ന് 25-ാം തീയതി 1-ാം തീയതി ശമ്പളം വാങ്ങിയതിനു ശേഷം സ്വാമിനാഥൻ എന്നേക്കുമായി മഹാരാജ ടാക്കീസ് വിടുന്നു. ഈ സ്വാമിനാഥന്റെ കാര്യത്തിൽ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും കൂട്ടിക്കോ. അല്ല അത് പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞാൽ ടാക്കീസ് പൂട്ടിപ്പോകില്ലേ? പൂട്ടും. അതിന് സ്വാമിക്കെന്താ? സ്വാമി പോയ വേറൊരാള്, അത്രേ ഉള്ളൂ. മിസ്റ്റർ സിബി, ശമ്പളത്തിന്റെ കാര്യത്തിൽ അവരുമായിട്ട് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ണുന്ന ചോറാ ടാക്കീസ്. തന്നെയുമല്ല അതൊക്കെ പൂട്ടിക്കാൻ വരുന്നവരെ. ഇവന് വെള്ളം മൊത്തതാ. എടാ കൊച്ചനെ, നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം, പക്ഷെ അത് നടക്കുകയല്ല. ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇത്രയും നേരം ഒഴിച്ചു തന്ന സ്കോച്ച് നിന്റെ ഉമ്മറത്ത് തന്നെ വാള് വെച്ചു ഫ്രഷ് ആയിട്ട് ഞാൻ വീട്ടിൽ പോകും. ഓടാ പന്നികളെ. ഇനി വൈകിച്ചുകൂടാ, കത്തിക്കണം ആ ടാക്കീസ്. എന്ത് പറ്റി വിമലേ? അല്ല, ഈ സ്വാതന്ത്ര്യത്തിന് ജീവനേക്കാൾ വിലയുണ്ടെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലേ? അതിനിവിടെ ആർക്കാ സ്വാതന്ത്ര്യം ഇല്ലാത്തെ? എന്റെ ഇഷ്ടത്തിനകത്ത് എല്ലാരും ജീവിക്കണമെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യക്കുറവല്ലേ? ഓ അതാണോ കാര്യം? ആ പിള്ളേരെ എന്തോ വിവരമില്ലാതെ പറഞ്ഞൊന്ന് വെച്ച് 3 ആൾക്കിട്ട് നല്ല കിഴുക്കാ വെച്ചു കൊടുക്കേണ്ടത്. ഈ ടാക്കീസിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം മിച്ചം പിടിക്കുന്നതൊക്കെ അവർക്കെന്തെങ്കിലും സ്വരുക്കൂട്ടാനാ. എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു സാരി പോലും. ഈ മാല ഭദ്രമായിട്ട് എപ്പോഴും ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇതെന്റെ അമ്മ എനിക്ക് തന്നതാ മരിക്കുന്നതിന് മുൻപ്. ഇതുള്ളപ്പോ എന്റെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാനാരാ? ഞാൻ അവരുടെ അമ്മയല്ലേ? ഇതൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് അവൾ ആദ്യം കാണുന്ന പുരുഷൻ അച്ഛനാ. ആ അച്ഛൻ ശരിയല്ലാതെ വന്നാലുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചവരാ ഞാനും എന്റെ അമ്മയും. അവരൊക്കെ പിള്ളേരാ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരുടെ ചേച്ചി വലിയ ശാഠ്യക്കാരിയാണ്, സ്വാർത്ഥിയാണെന്നൊന്നും എന്റെ കുട്ടികൾക്ക് തോന്നരുത്. ഗംഗയുടെ ഉണ്ണിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ യമുന, നാളെ അവളെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അമ്മായിയുടെ ഏർപ്പാടാ. എന്നാലും
ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും നോക്കി നടത്താനും ആരെങ്കിലും ഒരു താങ്ങ് വേണമെന്നുള്ള തോന്നലായിടമ്മ. ഞാൻ എല്ലാം തീരുമാനിച്ചു, അമ്മയുടെ അനുവാദത്തോടെ. എല്ലാം അവർക്കൂടെ വേണ്ടിട്ടാ. എന്നിട്ട് അങ്ങനെയാ അവള് പറഞ്ഞത്. ആര്? ആ ശാലു. ഗംഗേ, നീ ഗണപതി അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങാൻ മറക്കരുതേ. നീ വിളക്കൊക്കെ എടുത്തൊന്ന് കഴുകി വെക്ക്. ചേച്ചി എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. ഇന്ന് തിയേറ്റർ അവധിയാണെന്ന് എഴുതി വെക്കണേ ബോർഡ്, മറക്കല്ലേ. എല്ലാം ചേച്ചി മനസ്സിലല്ലേ വെക്കൂ, ആരോടൊന്നും പറയില്ലല്ലോ.